നമസ്കാരം. സമക്ഷത്തിൽ ഇത്തവണ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വിലക്കയറ്റത്തെക്കുറിച്ചും പൊതുവെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ശുചിത്വക്കുറവ് തുടങ്ങിയ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. ജൂൺ 20 കേരള ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉപഭോക്തൃ കോടതിയിൽ നിന്ന് നേടിയ ഒരു വിധി, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷ്യവസ്തുക്കളുടെ വില നിലവാരം എപ്പോഴും പുതുക്കിയ രീതിയിൽ തന്നെ ഓരോ ദിവസവും പ്രത്യക്ഷമായി തന്നെ പ്രദർശിപ്പിക്കണം എന്നു തുടങ്ങിയ കൺസ്യൂമർ കോടതിയുടെ വിധിയെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ ഘടകം കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവുകൾ ഉണ്ടായത്. വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങളും തീർച്ചയായും ഉപദേശങ്ങൾക്കുപരി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളെന്ന നിലയിൽ തറപ്പിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പൊതുജനബോധത്തിൽ ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി തന്നെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചത് ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കേരള ഗവൺമെൻറ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ കർശനമായ ചില നിബന്ധനകളും വ്യവസ്ഥകളും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി ഉണ്ടായപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിന് ഈ വഴിക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ജൂൺ 21 കേരള നിയമസഭ ചോദ്യോത്തരവേളയിൽ വളരെ വിശദമായി തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്തു. ഒരുപക്ഷെ സാധാരണഗതിയിൽ രാഷ്ട്രീയവും മറ്റുമായ വിവാദങ്ങളുടെ കോലാഹല ഭേരികൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന അസംബ്ലി നടപടികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ജനങ്ങളുടെ നിത്യപ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് ഭരണപ്രതിപക്ഷ ഭേദമന്യേ MLA-മാർ ഈ കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമൊക്കെ സഭയിൽ ഉന്നയിച്ചു എന്നുള്ളത് ആശ്വാസപ്രദമായ ഒരു കാര്യമാണ്. ഹൈക്കോടതി നിർദ്ദേശങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുവെ ഭക്ഷ്യ വസ്തുക്കൾക്കുള്ള വിലക്കയറ്റത്തിൽ നിന്ന് ഏറെയാണ് വില കൂട്ടുന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ആനുപാതികമായിട്ടല്ല. പെട്രോൾ വില, ഡീസൽ വില, ഗ്യാസ് വില ഇതൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച്, പിന്നെ അരിയുടെയും പച്ചക്കറികളുടെയും മത്സ്യമാംസാദികളുടെയും വില കൂടുമ്പോൾ അതിനനുസരിച്ച് ഹോട്ടലുകളുടെ റെസ്റ്റോറൻറ്റുകളുടെ വിഭവങ്ങൾക്ക് വില കൂടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൻ്റെ അനുഭവം പൊതുവെ പറഞ്ഞാൽ അത് അമിതമായ രീതിയിൽ കൂടുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വില നിലവാരം എപ്പോഴും പുതുക്കി പ്രദർശിപ്പിക്കണം എന്നുള്ള ആ നിബന്ധന മിക്ക ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും സാധാരണ ഹോട്ടലുകളുടെ കാര്യമാണ്. സ്റ്റാർ ഹോട്ടലുകളിലും മറ്റും മെനുവോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വില അവിടെ കാണിക്കും. ചിലപ്പോൾ അതിൽ ചില വെട്ടലുകളും തിരുത്തലുകളുമൊക്കെ കാണാം. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സാധാരണക്കാർ എന്നും ആശ്രയിക്കുന്ന സാധാരണ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ വില നിലവാര പട്ടിക എഴുതി വയ്ക്കുന്നില്ല. അതങ്ങനെ ആയിരിക്കരുത്, അത് നിർബന്ധമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം. മറ്റൊരു കാര്യം, ഓരോ ദിവസവും വർദ്ധിക്കത്തക്ക രീതിയിലാണോ ഈ ഹോട്ടൽ ഭക്ഷ്യപേയ വസ്തുക്കളുടെ അല്ലെങ്കിൽ പാനീയ വസ്തുക്കളുടെ വില ക്രമീകരിക്കുന്നത്? ഒരുപക്ഷെ മത്സ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ട്രെൻഡ് ഉണ്ടാകും. അത് ചിലപ്പോൾ വിവിധ ഇനം മാംസത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകാം. മത്സ്യത്തിലാണ് ഇത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്ത് നിന്ന്, റെസ്റ്റോറൻറ്റ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് അവർ ന്യായമായ രീതിയിലുള്ളൊരു ലാഭം എടുത്താൽ മതി എന്നുള്ളൊരു നിശ്ചയം അത്യാവശ്യമാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പട്ടണങ്ങളിലായാലും വൻ നഗരങ്ങളിലായാലും, എന്തിനു പറയുന്നു ഗ്രാമക്കവലകളിലായാൽ പോലും 10-20 വർഷക്കാലം
തുടർച്ചയായി നടത്തിയ ഹോട്ടലുകളിൽ വളരെ കുറഞ്ഞ ശതമാനം ഹോട്ടലുകൾ മാത്രമേ അപ്രത്യക്ഷമാകുന്നുള്ളൂ. ഇത് പറയുന്നത് ഹോട്ടൽ വ്യവസായം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് തങ്ങൾ നടത്തുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഉടമസ്ഥന്മാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ യഥാർത്ഥത്തിൽ ചരിത്രപരമായി ശരിയല്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്. പ്രത്യേകിച്ചും കൂടുതൽ ശതമാനം ആളുകൾ ഹോട്ടലുകളെ ആശ്രയിക്കുന്നു. രാവിലെയും ഉച്ചക്കുമൊക്കെ വിവിധ ആവശ്യങ്ങൾക്കായി പട്ടണങ്ങളിലും നഗരങ്ങളിലും എത്തുന്നവർ തീർച്ചയായും 1-2 നേരം ഭക്ഷണം കഴിക്കുന്നത് ഹോട്ടലുകളിൽ നിന്നാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനി ഞായർ അങ്ങനെ 3 രാത്രികളിൽ മിക്കവാറും നല്ലൊരു ശതമാനം കേരളീയർ കുടുംബത്തിൽ നിന്നല്ല ഡിന്നർ കഴിക്കുന്നത്, കുടുംബസമേതം അവർ ഹോട്ടലുകളിൽ എത്തുകയാണ്. അപ്പോൾ ബിസിനസ് വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് ലാഭവിഹിതം കൂടുന്നു, അതിനനുസരിച്ച് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നു, നിലവിലുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നു, പുതുക്കിപ്പണിയുന്ന കെട്ടിടങ്ങളിൽ തന്നെ ധാരാളം പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ വളരെ നല്ലത്. പക്ഷേ ഇതിനെല്ലാം നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില കൂട്ടിക്കൊണ്ട് അത്തരം മുതൽ മുടക്കുകൾ വസൂൽ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായ വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഉപഭോക്തൃ സംഘടനകളുടെ പ്രതിനിധികളും ബന്ധപ്പെട്ട് ഭരണകൂടത്തിൽ പ്രവർത്തിക്കുന്ന അധികൃതന്മാരുമൊക്കെ ഒരുപക്ഷെ കഴിയുമെങ്കിൽ കൂടിയിരുന്ന് ആലോചിച്ച ചില പൊതു തീരുമാനങ്ങൾ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടുന്ന ഒരാവശ്യം ഈ മേഖലയിലുണ്ട്. നിയമങ്ങൾ ഇപ്പോൾ പുതിയ ഒരു നിയമം അടിയന്തരമായി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കേരള നിയമസഭയുടെ ഈ നടപ്പു സമ്മേളനത്തിൽ പറ്റില്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ തീർച്ചയായും ഉണ്ടാകും. നടപ്പു സമ്മേളനത്തിൽ പറ്റാത്തത് അത് ബഹുജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ശേഖരിച്ച് അതിനനുസരിച്ച് ഒരു പുതിയ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അടുത്ത സഭാ സമ്മേളനത്തിലേക്ക് മാറ്റുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയും അസംബ്ലിയെ നിയമസഭയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിലൊന്ന് പറയട്ടെ, 1954 ഇത് സംബന്ധിച്ച സമഗ്രമായൊരു കേന്ദ്ര നിയമം വരുന്നത്. 1957 അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പുതിയ വകുപ്പുകളും കൂടി ചേർത്ത് ഭക്ഷ്യ മായം വില നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് ശേഷം 2007 റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തനത്തെ പ്രത്യേകിച്ചും ഭക്ഷ്യമായം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കരുതൽ ഉൾപ്പെടുന്ന അതിന് ആവശ്യമായ ഏജൻസികളെ നിർണയിച്ച് നിർവചിച്ച് ഉത്തരവാദപ്പെടുത്തുന്ന പുതിയ വ്യവസ്ഥകളോടുകൂടി 2007 കേരളത്തിൽ ആ നിയമം ഭേദഗതിപ്പെടുത്തുകയോ വിപുലീകരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങും എന്നാണ് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയും നിയമസഭ വഴി ബഹുജനങ്ങളെ അറിയിച്ചത്. ഒരു കാര്യം പറയട്ടെ, 10-15 ദിവസങ്ങൾക്കകം പല പച്ചക്കറികളുടെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കേരളത്തിലെ 3.33 എന്ന് പറഞ്ഞാൽ 3,33,00,000 ജനങ്ങൾക്ക് ഒരു ദിവസം 7,500 ടൺ അരിയും 5,000 ടൺ പച്ചക്കറിയും വേണം എന്നാണ് പൊതുവേ കണക്ക്. അരിയുടെ 15% പച്ചക്കറിയുടെ 40% മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. മാംസം, മുട്ട തുടങ്ങിയ കാര്യങ്ങളിൽ 60% മാംസവും 70% മുട്ടയും പൊതുവെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. പാല് പോലും 20% നാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരപ്പെടുന്ന ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെ പഴവർഗ്ഗങ്ങളുടെ വില ഉയരുന്നതും താഴുന്നതിനുമനുസരിച്ച് ഹോട്ടൽ വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ? ഹോട്ടൽ വില കൂടുന്നു, പക്ഷെ കുറയുന്നത് വളരെ അപൂർവമാണ്. ഈ ആഴ്ചത്തെ തക്കാളിയുടെ വിലയുടെ അടിസ്ഥാനത്തിൽ തക്കാളി ചേർത്ത് ഉണ്ടാക്കുന്ന കറികളുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ വില കൂട്ടിയ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമ തക്കാളിയുടെ വില ഗണ്യമായി കുറഞ്ഞാൽ തങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വിലയും കുറക്കുന്ന പതിവ് ഉണ്ടോ? ഈ
സമക്ഷം ഏതെങ്കിലും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമ അഥവാ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. അപ്പോൾ ഇത് ഒരിക്കൽ കൂടിയാൽ പിന്നെ കുറയുകയില്ല. ഒരിക്കൽ കൂടിയ വിഭവത്തിന് വിപണിയിൽ വീണ്ടും വസ്തുക്കളുടെ വില കൂട്ടുമ്പോൾ അല്ലെങ്കിൽ വില കൂടുമ്പോൾ വില കൂട്ടിവെക്കാൻ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ മറക്കുന്നതുമില്ല. ഇത്തരം കാര്യങ്ങളിൽ ജനകീയമായ ഒരു ജാഗ്രതയും ഇടപെടലുകളും ആവശ്യമാണ്. ഒരു കാര്യം നമുക്കൊന്ന് കൂട്ടായി ആലോചിച്ച് നോക്കാം. ഏതെങ്കിലും ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ ഏതെങ്കിലും വിഭവങ്ങൾക്ക്, പാനീയങ്ങൾക്ക് അമിതമായ വില ഈടാക്കുന്നു എന്ന് ഉപഭോക്താക്കളായ നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ ഒറ്റക്ക് പോയാലും കൂട്ടായി പോയാലും ആ പ്രശ്നം അവിടുത്തെ ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ ഉടമയുടെ പ്രതിനിധിയായി അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഫുഡ് ആൻഡ് ബെവറേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഇവരെ കണ്ട് ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാം എപ്പോഴെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ശരി. അത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന് നാം കരുതുന്നു. എന്തെങ്കിലും ആവശ്യമുള്ളത് കഴിച്ചങ്ങ് സ്ഥലം വിടുകയല്ലേ. ഇതിപ്പോൾ നാട്ടിലെ പ്രശ്നം നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ഇങ്ങനെ ചിന്തിക്കുന്നതാണ് വാസ്തവത്തിൽ ജനകീയ പ്രതികരണത്തിൻ്റെ ഇടപെടലുകളുടെ ആ കാര്യത്തിൽ കേരളീയരായ നമ്മൾ പൊതുവെ പിറകിലാകുന്നത്. വാദകോലാഹലങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച് ചായക്കടകൾ തൊട്ട് ബാർബർ ഷോപ്പുകളിലും എവിടെയൊക്കെ നമ്മൾ കൂടിച്ചേരുന്നുണ്ടോ അവിടെയൊക്കെ രാഷ്ട്രീയമായ ചൂടുപിടിച്ച ചർച്ചകളിലൊക്കെ ഏർപ്പെടാൻ നാം കേരളീയർക്ക് എത്രയോ താല്പര്യമാണ്. പക്ഷേ ദൈനംദിന ജീവിതത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് പരിഹാരം തേടാനുള്ള സാമൂഹ്യ ജാഗ്രത നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് എന്നും സാന്ദർഭികമായി ഇവിടെ പറയട്ടെ. മറ്റൊരു കാര്യം ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ ഗുണം കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ, മായം ചേർത്ത ഭക്ഷണ സാധനങ്ങൾ, പഴകി ദ്രവിച്ച ഭക്ഷണ സാധനങ്ങൾ, ഇവയൊക്കെ വിറ്റ് കാശാക്കാനുള്ള ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളുടെ ശ്രമം വളരെ നീചമാണ്. അപ്പോൾ അത്തരം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പരിശോധന നടത്തി അവ പിടിച്ചെടുത്ത് ആ ഹോട്ടലുകളുടെ, റെസ്റ്റോറൻറ്റുകളുടെ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുജനങ്ങളെ അറിയിക്കുവാൻ ഉത്തരവാദപ്പെട്ട അധികൃതർ രംഗത്ത് വരണം എന്ന് വളരെ പ്രത്യേകിച്ച് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ഒരു കാര്യം അത് സംബന്ധിച്ച് പറയട്ടെ. അധികൃതന്മാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ അത് മറച്ചുവെക്കുവാൻ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കാരണമുണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം അധികൃതന്മാർ അത്തരം പരിശോധനാ നടപടികളെ തുടർന്നുള്ള വിവരങ്ങൾ കൃത്യമായി പറ്റുമെങ്കിൽ ഒരു പ്രസ് റിലീസ് വഴി രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു കടലാസിലൂടെ മാധ്യമങ്ങളെ അറിയിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്ന ആ ബൈറ്റിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അധികൃതർ ശ്രദ്ധിക്കുമെങ്കിൽ, അത് മറച്ചു പിടിക്കേണ്ടുന്ന കാര്യം തീർച്ചയായും മാധ്യമങ്ങൾക്കില്ല. അപ്പോൾ അധികൃതന്മാരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു തെളിവ് സമർപ്പിക്കാൻ ആവശ്യം വരുന്ന ഘട്ടത്തിൽ അതിന് സാധിക്കാത്ത രീതിയിൽ സഹകരണക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് കാര്യമായൊരു പ്രശ്നമാണ്. ബന്ധപ്പെട്ട അധികൃതരും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമൊക്കെ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഭക്ഷ്യ വസ്തുക്കളിൽ മായം ചേർത്തും പഴകി മോശപ്പെട്ട ഭക്ഷ്യപേയ വസ്തുക്കൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുമാനമുണ്ടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവരുടെ പേരും പറയാൻ വേണ്ടി മുന്നിട്ടിറങ്ങി മാധ്യമങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകണം. മാധ്യമങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ആത്യന്തികമായും അധികൃതരുടേതാണ് എന്ന കാര്യം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ കുറെ കൂടി ശ്രദ്ധ ചെലുത്തണം. അവർ ആ രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെയുള്ള പരിശോധന വഴി ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ഇൻസ്പെക്ടർമാർ ശ്രദ്ധിക്കണം. ഇത്യാദി സൂചനകളും ഹൈക്കോടതി ഉത്തരവിലും കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇത് സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ആ വിശദീകരണങ്ങളിലുമൊക്കെ സൂചിപ്പിച്ച കാര്യം മാന്യപ്രേക്ഷകർ ഓർക്കുമല്ലോ.
സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബ് ഭക്ഷ്യ വസ്തുക്കളുടെ ഗുണമേന്മയും ശുചിത്വവും സംബന്ധിച്ച് പരിശോധന നടത്തുവാനുള്ള ലാബ്. ആ ലാബ് ഈ അടുത്തിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമായി 2000 ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് വളരെയധികം ആശങ്കാജനകമാണ്. 2000 ഭക്ഷ്യ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 11% സാൽമോനെല്ല ബാക്ടീരിയ, ആരോഗ്യത്തിന് വളരെ ഹാനികരമായ ബാക്ടീരിയ, കറി പൗഡർ, ചോറ്, ഗോതമ്പ് പൊടി, സുഗന്ധദ്രവ്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പുളി തുടങ്ങി 36 ഭക്ഷ്യ ഇനങ്ങൾ പരിശോധിച്ചപ്പോൾ 24 എണ്ണം ഉപയോഗക്ഷമമല്ല എന്നാണ് ആ പരിശോധനയിൽ തെളിഞ്ഞത്. അതൃപ്തികരം എന്ന് അവർ വ്യക്തമായി പറയുന്നു. 17 സാമ്പിളുകളിൽ ഈ കോലെ ബാക്ടീരിയ, 22 സാമ്പിളുകളിൽ അനുവദനീയമായ പരിധിയിലേറെ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്ന മറ്റു തരത്തിലുള്ള രോഗാണുക്കളോ ബാക്ടീരിയകളോ. പത്തനംതിട്ട ജില്ലയിൽ ഹോട്ടൽ ഭക്ഷണം പരിശോധിച്ചപ്പോൾ 36% സാമ്പിളുകളിൽ അമിതമായ തോതിൽ ഈ കോലെ ബാക്ടീരിയയും 60%-ലേറെ സാമ്പിളുകളിൽ അനുവദനീയമായതിലും എത്രയോ ഏറെ മൈക്രോ ഓർഗാനിസംസും കാണപ്പെട്ടു. ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സ്റ്റോർ ചെയ്യുമ്പോൾ, അവ വിളമ്പുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിലാണ് രോഗാണുക്കളും ബാക്ടീരിയയും മറ്റും ഇതിൽ ഭക്ഷ്യ വസ്തുക്കളിൽ കടന്നുകൂടി, വിഭവങ്ങളിൽ കടന്നുകൂടി അതിനെ മലീമസവും ആരോഗ്യത്തിന് ഏറെ ഹാനികരവും ആക്കുന്നത്. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ അധികൃതന്മാരുടെ ഭാഗത്ത് വേണം. മായം ചേർക്കൽ, ഫുഡ് അഡപ്റ്റേഷൻ, ആ കാര്യത്തിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയാണ് ഫുഡ് ഇൻസ്പെക്ടർമാർ. സാധാരണഗതിയിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആ ഒരു ഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇതിൻ്റെ സമഗ്രമായ ഒരു മേൽനോട്ട പരിശോധനാ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ഇൻസ്പെക്ടർമാർക്കാണ്. 100 കണക്കിന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇവർക്ക് കൃത്യമായ യൂണിഫോമുണ്ട്. കേരള പോലീസിനെ പോലെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള യൂണിഫോം ഇവർ ധരിക്കേണ്ടതായിട്ടുണ്ട്. യൂണിഫോം ധരിച്ച് കൃത്യമായ രീതിയിൽ ഇവരുടെ പ്രവർത്തനം, പരിശോധനകളും മിന്നൽ പരിശോധനകളും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലുമുള്ള ശുചിത്വമില്ലായ്മ, മായം ചേർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നല്ലൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, ഒരുപക്ഷെ 1 കോടിയിലേറെ വരും ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം. 1 കോടിയിലും കൂടും. അങ്ങനെ ബഹുജനങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കേണ്ടി വരുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അവയുടെ ശുചിത്വം, അവയുടെ ഭക്ഷ്യ വസ്തുക്കളുടെ മേന്മ, ഗുണമേന്മ, എന്നാൽ വില കൂട്ടാതെ ഗുണം കുറച്ചും അളവ് കുറച്ചും ആ പ്രശ്നം പരിഹരിക്കുന്ന കുതന്ത്രം, ഇവക്കൊക്കെ എതിരെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പൊതുജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും ആശ്രയിക്കുന്ന 2 മേഖലകളുണ്ട്. ഒന്ന് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടുന്ന ആ ഒരു മേഖല. രണ്ടാമത്തെ മേഖല ആശുപത്രികൾ, ക്ലിനിക്കുകൾ, നഴ്സിംഗ് ഹോമുകൾ തുടങ്ങിയ ആരോഗ്യ പരിപാലന മേഖല. ഈ ഭക്ഷ്യപേയ വസ്തുക്കൾ നാം വാങ്ങിക്കഴിക്കുന്ന ആ മേഖലയും ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ ചികിത്സക്കുള്ള ആ മേഖലയും തമ്മിൽ പ്രത്യക്ഷ ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ക്യാൻസർ ഏറ്റവും വലിയ ഭീഷണിയായി വരികയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന പ്രധാന രോഗങ്ങളിൽ ഒന്നായി ക്യാൻസർ മാറിയിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്ന വിവിധ തരം വിവരങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കപ്പെടുന്ന മായങ്ങളിൽ നല്ലൊരു ശതമാനവും നേരിട്ട് അർബുദ രോഗബാധ ഉണ്ടാകാൻ ഹേതുക്കളാണ്, കാരണം ആകുന്നു. അങ്ങനെ വരുമ്പോൾ നാം കഴിക്കുന്ന ആഹാരങ്ങൾ, നാം കുടിക്കുന്ന പാനീയങ്ങൾ നമ്മളെ ആശുപത്രികളിലെത്തിക്കുന്നു. ഇത് വല്ലാത്ത ഒരു പൊരുത്തമോ പൊരുത്തക്കേടോ ആണ്. അതുകൊണ്ട് ഹോട്ടലുകളിലെയും റെസ്റ്റോറൻറ്റുകളിലെയും വില നിലവാരം
നിയന്ത്രിക്കുക, ശുചിത്വം പാലിക്കുക, മായം ചേർക്കൽ നിരോധിക്കുക, തടയുക തുടങ്ങിയ ഉത്തമ ലക്ഷ്യങ്ങളോടുകൂടി പൊതുജന താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ അവതരിപ്പിക്കാനിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എന്തായിരിക്കണം, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം, റൂളുകൾ എന്തായിരിക്കണം, വകുപ്പുകൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ജനജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വരുന്ന ആഴ്ചകൾ, മാസങ്ങൾ സജീവമായ ചർച്ച നടക്കേണ്ടതുണ്ട്. ആ ചർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രേരകമാകാൻ സമക്ഷത്തിൽ മുന്നോട്ട് വച്ച ഈ നിരീക്ഷണങ്ങൾ, ഈ അഭിപ്രായങ്ങൾ സഹായകമാകുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കേട്ടതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.